Opening hours with MyFin. അടുത്തായിട്ട് മാർക്കറ്റിൻ്റെ കൂടുതൽ ടെക്നിക്കൽ ഡീറ്റെയിൽസുമായിട്ട് ഇപ്പോൾ ഹാർനസ് ഫിന്നിൻ്റെ ചീഫ് ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജിസ്റ്റും ചാർട്ടേഡ് ഫൈനാൻഷ്യൽ പ്ലാനറുമായിട്ടുള്ള അനീഷ് ചന്ദ്രൻ CV ജോയിൻ ചെയ്യുന്നതായിരിക്കും. അനീഷ് സാർ, ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു ഓപ്പണിംഗ് അവേഴ്സ്. സാർ, നിലവിലിപ്പോൾ പരിശോധിക്കുകയാണെങ്കിൽ ഇപ്പോൾ നിഫ്റ്റി നോക്കുകയാണെങ്കിൽ ഏകദേശം 0.5%-ഓളമുള്ളൊരു ഇടിവാണ് നിഫ്റ്റി 50യുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. നിഫ്റ്റി 50യെ സംബന്ധിച്ചിടത്തോളം നിലവിൽ ഈ ഒരു വീക്ക്നെസ് തുടരുമോ? എന്താണ് സാറിൻ്റെ ഒരു ടേക്ക്? ഓക്കെ, നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞത് ചെറിയൊരു പുൾ ബാക്കിന് സാധ്യത ഉണ്ട്. ഇപ്പം നമ്മൾ പറഞ്ഞ ആ ഒരു സപ്പോർട്ട് സോണിന്റെ അടുത്തേക്ക് നിഫ്റ്റി എത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ 25,350 380 റേഞ്ചാണ് നമുക്കൊരു സപ്പോർട്ട് സോണായിട്ട് ഇമ്മീഡിയറ്റ്ലി ആക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സോൺ എന്ന് പറയുന്നത്. അപ്പോൾ അതിനടുത്തേക്ക് മാർക്കറ്റ് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു പുൾ ബാക്കിന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഞാൻ അത് നോക്കി കാണുകയാണ്. നമ്മൾ ഇന്നലെ വന്നതിൻ്റെയും ഇന്നത്തെ ഓഡിയോയും വെച്ചിട്ട് നമ്മൾ അതിനടുത്ത് വരികയാണെങ്കിൽ, നമ്മളെ സപ്പോർട്ട് സോണിന്റെ അടുത്ത് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു പുൾ ബാക്കിനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. ഇന്ന് തന്നെ ഒരു സെക്കൻഡ് ഹാഫോട് കൂടി കുറച്ചുകൂടെ കറക്റ്റീവ് ആക്ഷൻസ് ഒക്കെ വരികയാണെങ്കിൽ അത് നമുക്കൊരു പുൾ ബാക്ക് വരാനുള്ള സാധ്യതയുണ്ട്. ഇത് ഒരു ഷോർട്ട് ടൈം ഫിനോമിനൽ നേച്ചറാണ്. ഞാനൊരു വളരെ പോസിറ്റീവ് ആയിരിക്കും എന്നുള്ളത് പറയുന്നില്ല. ബട്ട് ബഡ്ജറ്റ് ഒക്കെ നിൽക്കുന്നത് കൊണ്ട് കുറച്ചുകൂടെ ഒരു എക്സെപ്ഷൻ ആയിട്ടുള്ള ഒരു മൂവ്മെന്റ്സ് ചിലപ്പോൾ കിട്ടിയേക്കാം എന്നതാണ് നമ്മളുടെ പ്രഡിക്ഷൻസ്. അപ്പോൾ ഈ അഗൈൻ ക്രൂഷ്യൽ ആയിട്ടുള്ള മൂവ്മെന്റ് എന്ന് പറയുന്നത് നമ്മുടെ സപ്പോർട്ട് സോൺ തന്നെയാണ്. 25,350 എന്ന് പറയുന്നത് സപ്പോർട്ടിൽ നിൽക്കുക. അതിനുശേഷം നമ്മൾ മുകളിലോട്ട് ഒരു പുൾ ബാക്ക് വന്ന് ഏതുവരെ പോകാം എന്നതാണ് എനിക്ക് തോന്നുന്നത്. 26,000 അടുത്തേക്ക് ചിലപ്പോൾ കൊണ്ടുപോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അറൗണ്ട് നമുക്കൊരു 600 പോയിന്റ്സിന്റെ ഒരു അപ്സൈഡ് മൂവ്മെന്റ്സിന്റെ സാധ്യതയാണ് ബഡ്ജറ്റും കൂടെ ഉള്ളത് കൊണ്ടുള്ള ഒരു എക്സെപ്ഷണൽ മൂവായിട്ട് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് കഴിയും. നിഫ്റ്റി ബാങ്കിലേക്ക് വരികയാണെങ്കിലും നിഫ്റ്റി ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം ഇന്നും ഒരു ഇടിവ് തന്നെയാണുള്ളത്. നിഫ്റ്റി ബാങ്ക് നോക്കുകയാണെങ്കിൽ പ്രധാനപ്പെട്ടിട്ടുള്ള ഇപ്പോൾ കമ്പനികളായിട്ടുള്ള HDFC ബാങ്ക് ആയാലും ICICI ബാങ്കുകളായാലും ഒക്കെ തന്നെ അതിൻ്റെ പ്രധാനപ്പെട്ട പല പാരാമീറ്റേഴ്സും ലാഗ് ചെയ്യുന്ന ഒരു കാഴ്ച കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത് നിഫ്റ്റി ബാങ്ക് സൂചികയെ സംബന്ധിച്ചിടത്തോളം ഒരു ഇടിവിലേക്ക് നയിച്ചിട്ടുണ്ടായിരുന്നു. നിലവിലിപ്പോൾ നിഫ്റ്റി ബാങ്ക് പരിശോധിക്കുകയാണെങ്കിൽ ഒരു റിക്കവറി ഉണ്ടാകുമോ? എന്താണ് സാറിൻ്റെ ഒരു ടെക്നിക്കലായിട്ടുള്ള ഒരു ഔട്ട്ലുക്ക്? നിഫ്റ്റിയെ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് അത്രത്തോളം ഒരു വീക്ക്നെസ് ബാങ്ക് നിഫ്റ്റി കാണാനില്ല. ബട്ട് എനിക്ക് തോന്നുന്നു അത് ഇന്ന് തന്നെ ചിലപ്പോൾ റിക്കവറിക്ക് സാധ്യതയുണ്ട്. ഇമ്മീഡിയറ്റ്ലി റിക്കവറി വരാനുള്ള ഒരു മൊമെന്റിലാണ് ഇപ്പോൾ ബാങ്ക് നിഫ്റ്റി നിൽക്കുന്നത്. എന്തെങ്കിലും ഒരു സപ്പോർട്ട് നമ്മുടെ മാർക്കറ്റിൽ കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് ബാങ്ക് നിഫ്റ്റിയിൽ വരാൻ ചാൻസ്. രാവിലെ തന്നെ PSU ബാങ്കുകൾ നോക്കുകയാണെങ്കിൽ ചെറിയ അപ്സൈഡ് ഒക്കെ നമുക്ക് കാണുന്നുണ്ട്. പ്രൈവറ്റ് സെക്ടർ ബാങ്ക്സുകൾ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയിൽ വലിയൊരു മൂവ്മെന്റ്സ് നമുക്ക് പ്രതീക്ഷിക്കാം. എബോ 60,000 എബോ പോകാനുള്ള സാധ്യതയുണ്ട്. നിഫ്റ്റിയുമായി കമ്പയർ ചെയ്യുമ്പോൾ വലിയ വീക്ക്നെസ് ഇതുവരെയും ഉണ്ടായിട്ടില്ല. ആ വോളിയം ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒരു തരത്തിലൊരു മാർക്കറ്റിൽ ബൈങ് സപ്പോർട്ട് കിട്ടുകയാണെങ്കിൽ ആദ്യം മൂവ് ചെയ്യുന്നത് അല്ലെങ്കിൽ ലീഡിംഗ് ഇൻഡിക്കേറ്റർ തന്നെ ആയിരിക്കും നമ്മുടെ നിഫ്റ്റി എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. സെക്കൻഡ് ഹാഫ് വളരെ ക്രൂഷ്യലാണ്. ഇന്നും അടുത്ത നാളത്തെ ദിവസങ്ങളിലെല്ലാം തന്നെ ഒരു ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു മൂവ്മെന്റ്സ് നമുക്ക് പ്രതീക്ഷിക്കാം. ഗുഡ് മോർണിംഗ് അനീഷ്. ഗുഡ് മോർണിംഗ് അനീഷ്, നമ്മളിപ്പോൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ നോക്കുമ്പോൾ ടെക്നിക്കൽ പാരാമീറ്റേഴ്സ് വെച്ച് നോക്കുമ്പോൾ വളരെ സ്ട്രോങ് ആയിട്ടുണ്ടായിരുന്ന സ്റ്റോക്കുകളായിരുന്നു ഇറ്റേണലും ബജാജ് ഫിനാൻസും. നമുക്ക് നന്നായിട്ട് അറിയാം. കാര്യം ഇറ്റേണലും ബജാജ് ഫിനാൻസും മിക്ക ടെക്നിക്കൽ ചാർട്ടിലും ഒരു ബൈ ആയിട്ടാണ് കാണിച്ചിരുന്നത് എന്നുള്ള. എന്നാൽ ഇന്ന് നോക്കുമ്പോൾ ഏതാണ്ട് ഇറ്റേണലും ബജാജ് ഫിനാൻസും ഓവർ 2% ഡൗൺ ആണ് എന്നുള്ള, അതൊരു മേജറായിട്ടുള്ള ഒരു ഡൗൺ ആണ് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കുക എന്നുള്ളതാണ്. എന്തെങ്കിലും അവിടെ ഒരു വീക്ക്നെസ് ആണ്, മാർക്കറ്റ് വേറെ എന്തെങ്കിലും ഇൻഡിക്കേറ്റ് ചെയ്യുന്നുണ്ടോ? അതായത് നമുക്ക് പോസിറ്റീവായിട്ടൊരു ഇൻഡിക്കേഷൻ കാണിച്ച സ്റ്റോക്സ് പോലും നെഗറ്റീവായിട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ എന്താണ് മാർക്കറ്റിൽ നടക്കുന്നത് അനീഷ്? ബജാജ് ഫിനാൻസിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ ചെറിയൊരു ഒരു കോഷ്യസ് നോട്ടിലേക്ക് നമ്മൾ പോവേണ്ട ആവശ്യമുണ്ട്. കാരണം അവിടെ ഒരു സപ്പോർട്ട് സോൺ നേരത്തെ ഉണ്ടായിരുന്നു. അതിനുശേഷവും ഒരു കറക്റ്റീവ് ആക്ഷൻസ് തുടരുന്നു. എനിക്ക് തോന്നുന്നു ഒരു 870 വരെയൊക്കെ വരാനുള്ള ഒരു സാധ്യത ഈ ഒരു മൂവ്മെന്റ്സിനും ഉണ്ട്. കാരണം ഒരു പുൾ ബാക്ക് ആയിട്ടുണ്ടോ അല്ലെങ്കിൽ ഒരു ട്രെൻഡ് റിവേഴ്സലാണോ എന്നൊന്നും പറയാറായിട്ടില്ലെങ്കിൽ പോലും നമ്മളൊരു ടോപ്പ് ലെവലിൽ ഒരു കൺസോൾട്ടേഷൻ ഒരു സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ ഒരു 870 വരെയൊക്കെ വരാനുള്ള സാധ്യതയാണ്. നമ്മളൊരു കോഷ്യസ് ആയിട്ടൊക്കെ വാച്ച് ചെയ്യുക. കാരണം ഒരുപാട് നമുക്ക് റിട്ടേൺ തന്നിട്ടുള്ള സ്റ്റോക്സ് ആണ് ബജാജ് ഫിനാൻസ്. അപ്പൊ ആ ഒരു ഇത് നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മളൊരു കോഷ്യസ് ആയിട്ട് വാച്ച് ചെയ്യേണ്ടതാണ്. അപ്പൊ അടുത്ത മൂവ്മെന്റ്സ് അല്ലെങ്കിൽ ഒരു റെസ്റ്റിംഗ് പോയിന്റ് കഴിഞ്ഞിട്ട് അടുത്തൊരു മൂവ്മെന്റ്സ് കുറച്ചു നേരം കറക്റ്റ് ചെയ്തിട്ട് റെസ്റ്റിംഗ് പോയിന്റ് കഴിഞ്ഞൊരു അടുത്ത മൂവ്മെന്റ്സ് ഒക്കെ വരികയാണെങ്കിൽ നമുക്കത് വളരെ പോസിറ്റീവായിട്ട്. ബട്ട് ഇപ്പോഴത്തെ നിലയിൽ നമ്മൾ നേരത്തെ ഉണ്ടായിരുന്ന ഒരു സപ്പോർട്ട് സോൺ ബ്രേക്ക് ചെയ്തു. അതിനുശേഷം അടുത്തൊരു സപ്പോർട്ട് സോണിലേക്ക് റെസ്റ്റ് ചെയ്യാനുള്ള ഒരു മൂവ്മെന്റ്സ് ആണ് ഇപ്പോൾ അതിൽ കാണുന്നത്. വോളിയത്തിൽ തന്നെ നമുക്ക് വലിയ ചേഞ്ചസ് ഒന്നും കാണുന്നില്ല. അപ്പൊ അതുകൊണ്ട് എനിക്ക് ഒരു ട്രെൻഡ് റിവേഴ്സലാണെന്നൊന്നും പറയാനായിട്ട് ആയിട്ടില്ല.
ബട്ട് വെയിറ്റ് ചെയ്യുക, കോഷ്യസ് ആയിട്ട് നമ്മൾ നോട്ട് ചെയ്യുക, അത് വെയിറ്റ് ചെയ്യുക. അതിനായിരിക്കും നമുക്ക് കൂടുതൽ സാധ്യത. അങ്ങനെ ഒരു 870 വരികയാണെങ്കിൽ തീർച്ചയായും ഒരു പുൾ ബാക്ക് വീണ്ടും 1000 കൊണ്ടുപോകാം. ബട്ട് അവിടെ വന്നതിന് ശേഷം മാത്രമായിരിക്കും നമുക്കത് കൺഫേം ചെയ്യാനായിട്ട് കഴിയുന്നത്. ദെൻ നിഫ്റ്റി ഇറ്റേണിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മളത് ആണ്, അതെ, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മളത് പറഞ്ഞിരുന്നതാണ്, വളരെ പോസിറ്റീവായിട്ട് ഉണ്ടായിരുന്നതാണ്. ഇപ്പോഴും അത് പോസിറ്റീവ്. ബട്ട് ഇവിടെ നമ്മൾ നോക്കിക്കാണേണ്ടത് കുറച്ച് ഗ്യാപ്പ് അപ്പ് ഒക്കെ ഉണ്ടായിരുന്നു കഴിഞ്ഞ ഒരു 2-3 മാസങ്ങൾക്ക് മുമ്പ്. ആ ഒരു ഗ്യാപ്പ് ഒക്കെ ഫില്ല് ചെയ്യാനുള്ള ഒരു മൂവ്മെന്റ്സ് ആണ് നമ്മൾ ടെക്നിക്കലി പറയുകയാണെങ്കിൽ ആ ഒരു മൂവ്മെന്റ്സിലാണ് വരുന്നത്. ഈ മറ്റ് ബജാജ് ഫിനാൻസ് പറഞ്ഞതുപോലെ ഒരു വലിയ കോഷ്യസ് നോട്ടിലേക്ക് വരാൻ നമുക്ക് പറയാനായിട്ടില്ല. ബട്ട് ഇപ്പോഴും ഒരു 250 ലെവലിൽ ഒരു സപ്പോർട്ട് സോൺ ഉണ്ട്. ഇവിടെ വോളിയത്തിലൊക്കെ ഇംപ്രൂവ്മെന്റ്സ് ആണ് വരുന്നത്. അപ്പം നമ്മളത് കുറച്ചുകൂടെ ഒരു ഫ്രീ ഹാൻഡ് ആയിട്ട് വാച്ച് ചെയ്യാം എന്നുള്ളതാണ് എനിക്ക് പറയാൻ പോണത്. 250 വരാം. അത് ഈ മാർക്കറ്റ് സിറ്റുവേഷൻ കൊണ്ടായിരിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഒരു വീണ്ടും ഒരു റീ എൻട്രി പോയിന്റ് ഒക്കെ നോക്കുന്ന ആളെ സംബന്ധിച്ച്, അല്ലെങ്കിൽ നമ്മൾ നേരത്തെ ബൈ ചെയ്തു അതൊരു എന്താണ് ആവറേജ് ചെയ്യാനൊക്കെ നോക്കുന്ന ആളെ സംബന്ധിച്ച് 250 നല്ലൊരു ലെവലായിരിക്കും. ബട്ട് അവിടെ നിന്ന് എത്രത്തോളം പോകുമെന്നുള്ളത് നമുക്ക് മാർക്കറ്റിന്റെ ഒരു കണ്ടീഷൻ കൂടെ നോക്കിയിട്ട് ആ സമയത്ത് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അനീഷ്, UPL യുണൈറ്റഡ് ഫോസ്ഫറസ് ലിമിറ്റഡിൻ്റെ ചാർട്ട് ഒന്ന് എടുക്കണം. ഞാനത് പറയാൻ കാര്യം എന്ന് വെച്ചാൽ പൊതുവേ ഇതേപോലെ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ചാർട്ട് ഇൻഡിക്കേറ്റേഴ്സാണ് ഈ UPL സ്റ്റോക്കിൽ ഉണ്ടായിരുന്നെന്നുള്ള കാര്യം നമുക്കറിയാം. രണ്ടാമത് റൺ അപ്പ് ടു ബഡ്ജറ്റ് നമുക്കറിയാം. ഇപ്പോൾ US ആയിട്ടുള്ള ട്രേഡ് ടാരിഫിൻ്റെ ടോക്ക് സ്റ്റോൾ ചെയ്തിരിക്കുന്നതും നമ്മുടെ ഫാർമേഴ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനെന്നുള്ള കാര്യം നമുക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ ഫാമിംഗ്, ആഗ്രോ കെമിക്കൽ കമ്പനീസിന് ഇന്ത്യൻ മാർക്കറ്റിൽ അല്ലെങ്കിൽ ഇന്ത്യൻ എക്കണോമിയിലെ ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ളത് ഗവൺമെൻറ് മനസ്സിലാക്കിയിരിക്കുന്നു എന്നുള്ളതും അവിടെ ഒരുപാട് റിഫോംസ് കൊണ്ടുവരണം എന്നുള്ളതാണ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ അറിയാവുന്ന കാര്യം. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ പറയുന്നല്ലോ, ഈ പറയുന്നല്ലോ 3 സ്റ്റേറ്റ് ഇലക്ഷനാണ് നടക്കുന്നത്. അതിൽ ആസാം നടക്കുന്നുണ്ട്, ബംഗാൾ നടക്കുന്നുണ്ട്, കേരള നടക്കുന്നുണ്ട്. അപ്പോൾ ഈ ആഗ്രി ഇൻഡസ്ട്രിക്ക് എന്തെങ്കിലും സപ്പോർട്ടിംഗ് റിഫോംസ് ഗവൺമെൻറ് ബഡ്ജറ്റിൽ കൊണ്ടുവരാനുള്ള സാധ്യതകൾ വളരെ ഹൈ ആണ് എന്നുള്ളതാണ്. എന്നാൽ ഇപ്പുറത്ത് നോക്കുകയാണെങ്കിൽ UPL പോലത്തെ സ്റ്റോക്കുകൾ സ്ട്രെങ്ത്തും ഇന്നലെ വരെ കാണിച്ചിരുന്നു എന്നുള്ളതാണ്. ലാസ്റ്റ് 1 ഇയർ ആയിട്ട് നല്ല രീതിയിൽ ചാർട്ട് പെർഫോമും ചെയ്തു, സ്റ്റോക്കും പെർഫോം ചെയ്തു, ഏർണിങ്സും പെർഫോം ചെയ്തു, ഡെപ്റ്റും നല്ല രീതിയിൽ കുറച്ചു എന്നുള്ളതാണ്. ഇന്ന് കാണുമ്പോൾ ഏതാണ്ട് 750 രൂപയിലാണ് ട്രേഡ് ചെയ്യുന്നത്. അതായത് 3.5% UPL സ്റ്റോക്ക് ഡൗൺ ആണ്. എന്താണ് ആ ചാർട്ട് നോക്കുമ്പോൾ അനീഷിനൊന്ന് മനസ്സിലാവുന്നത്? വളരെയധികം റിട്ടേൺ തന്നിരുന്നു എന്നുള്ളത് നമ്മൾ വളരെ ആദ്യം തന്നെ നമ്മൾ അത് മനസ്സിൽ വെക്കേണ്ടതാണ്. കാരണം ഈ ചാർട്ടിന്റെ മൂവ്മെന്റ്സ് വളരെ എന്നും പോസിറ്റീവായിട്ട് പോയിട്ടുണ്ട്. ചെറിയ ചെറിയ കറക്ഷൻസ് വന്ന് അത് കറക്റ്റ് ചെയ്ത് സ്വാഭാവികമായ നാച്ചുറൽ പ്രോസസ്സിലൂടെയാണ് കറക്റ്റ് ചെയ്ത് പോകാൻ. ഇപ്പോൾ നമ്മൾ കറക്ഷൻ ഉണ്ടായിരിക്കുന്നത് ഇമ്മീഡിയറ്റ്ലി നമ്മൾ പറയാൻ ഒരു 720-700 ലെവലിൽ ക്രൂഷ്യലായിട്ട് വാച്ച് ചെയ്യുക. കാരണം അതൊരു സാധാരണ കറക്റ്റീവ് ആണെങ്കിൽ അവിടെ തന്നെ നിൽക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ നിൽക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു റീ എൻട്രി പോയിന്റ് ആയിരിക്കും 700-750 എന്ന് പറയുന്ന സോൺ. ഇവിടെ വോളിയത്തിൽ ഇംപ്രൂവ്മെന്റ്സോ അല്ലെങ്കിൽ കാര്യമായ വ്യതിയാനങ്ങളോ ഒന്നും തന്നെ വന്നിട്ടില്ല. അപ്പോൾ ഇനിയും ഒരു അപ്സൈഡിന് പോസിറ്റിവിറ്റി ഉണ്ട്. ഇന്നത്തെ ഒരു കറക്റ്റീവ് ആക്ഷൻസ് അത് അതിൻ്റെതായ ന്യൂസ് കൊണ്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഫണ്ടമെന്റൽസ് കൊണ്ടൊക്കെ വന്നതായിരിക്കാമെന്ന് പ്രതീക്ഷിക്കുന്നു. ടെക്നിക്കലി നോക്കുകയാണെങ്കിൽ നമുക്കത് പോസിറ്റീവ് തന്നെയാണ് ഇപ്പോഴും. ബട്ട് നമ്മൾ അവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് ഒരു 700-720 ലെവൽ വളരെ ക്രൂഷ്യലായിട്ട് വാച്ച് ചെയ്യുക. അതിനുശേഷമായിരിക്കും നമുക്കൊരു സ്ട്രാറ്റജി ഫോം ചെയ്യുക, വെദർ ടു ബൈ ഓർ നോട്ട് എന്നുള്ള ഒരു സ്ട്രാറ്റജി നമുക്ക് ഫോം ചെയ്യുക. കാരണം അവിടെ വരുമ്പോൾ സ്വാഭാവികമായ ഒരു കറക്ഷൻ ആണെങ്കിൽ അവിടെ എൻഡ് ചെയ്യും. അതല്ല നമ്മൾ കൂടുതൽ കറക്റ്റീവ് ആക്ഷൻസിലേക്ക് പോകാനും ബഡ്ജറ്റിനൊക്കെ ശേഷമുള്ള എന്തെങ്കിലും സാഹചര്യങ്ങൾ ഉണ്ട് എങ്കിൽ അവിടെ നിന്ന് വീണ്ടും ഫാൾ ചെയ്യും. അന്നേരം നമ്മൾ അവിടെ നിന്ന് മാറി നിൽക്കുന്നതായിരിക്കും നല്ലത്. ബട്ട് സ്വാഭാവികമായി എനിക്ക് തോന്നുന്നു ഒരു 720 ഒക്കെ വരുമ്പോൾ ചെറിയ ഇമ്മീഡിയറ്റ്ലി റിക്കവറി ഒക്കെ കാണിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അവിടെ നമ്മൾ അത് വാച്ച് ചെയ്യുക. ഗവൺമെന്റ് തീർച്ചയായിട്ടും പല സമയങ്ങളിലും ഗവൺമെന്റ് റിഫോംസുകൾ ഈ സെക്ടറിൽ, അഗ്രികൾച്ചർ സെക്ടറിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ചിലതൊക്കെ പിൻവലിക്കേണ്ടി വന്നിട്ടുണ്ട്. അതെല്ലാം പല പ്രഷേഴ്സ്, ടാക്ടിക്സ്, മാനേജ്മെന്റുകളാണ്. ബട്ട് ഇപ്പോൾ ഇന്റർനാഷണലി വരുന്ന കാര്യങ്ങളിലും ഗവൺമെന്റ് മാക്സിമം അഗ്രികൾച്ചറിനെ പ്രൊട്ടക്ട് ചെയ്യാനാണ് നോക്കുന്നത്. അങ്ങനെയൊക്കെ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഈ അഗ്രി സെക്ടറിൽ വലിയ മൂവ്മെന്റുകൾ പ്രതീക്ഷിക്കാം. കാരണം ഒരുപാട് സ്റ്റോക്സുകളിലെ കറക്റ്റീവ് ആക്ഷൻസ് ഒക്കെ വന്നു നിൽക്കുന്നുണ്ട് ഈ നമ്മുടെ ഫെർട്ടിലൈസർ സെക്ടറിൽ. ദെൻ കൂടുതൽ പ്ലാന്റുകൾ ഓപ്പൺ ചെയ്യുന്ന ഒരു സമയം കൂടെയൊക്കെയാണ് ഇപ്പോൾ. അപ്പൊ അതൊക്കെ നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഒരു ചേഞ്ചസ് പ്രതീക്ഷിക്കാവുന്ന ഒരു സെക്ടർ തന്നെയാണ്. അത് എത്രത്തോളം ആയിരിക്കും എന്നുള്ളത് നമുക്ക് ബഡ്ജറ്റ് കണ്ട് തന്നെ അറിയാം. അനീഷ്, ഇനി ഒരു ക്വസ്റ്റ്യൻ എനിക്കുള്ളത് ഔട്ട് ഓഫ് കണ്ടക്സ്റ്റ് ആണ്. ഞാൻ ടെക്നിക്കൽ അല്ല ചോദിക്കുന്നത്. അനീഷ് ഒരുപാട് ബ്രോക്കിംഗ് കമ്പനികളായിട്ട് ബന്ധമുണ്ട്. അനീഷ് തന്നെ ഒരു ബ്രോക്കിംഗ് പ്ലാറ്റ്ഫോമിൻ്റെ ബാക്ക് എൻഡിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അനീഷ്, ഈ ഒരു കൊല്ലം ഈ ക്യാപിറ്റൽ ഗെയിൻസിൻ്റെ ഇഷ്യൂ ഭയങ്കര രീതിയിൽ ചർച്ചയായതാണ്. ഗവൺമെൻറ് ഒരു ബ്ലണ്ടറാണ് കാണിച്ചതെന്നുള്ളൊരു സ്കൂൾ ഓഫ് തോട്ടും ഉണ്ട്.
അനീഷിന് അറിയാലോ, നിങ്ങളെപ്പോലത്തെ ബ്രോക്കിംഗ് കമ്പനീസാണ് സാധാരണ ഈ ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സ് കമ്പ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നത്. അതായത് ട്രേഡേഴ്സിൻ്റെയും ഇൻവെസ്റ്റേഴ്സിൻ്റെയും പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെൻറ്റിൽ ക്യാപിറ്റൽ ഗെയിൻസ് സാധാരണ ബ്രോക്കിംഗ് കമ്പനികൾ തന്നെ കാൽക്കുലേറ്റ് ചെയ്ത് കൊടുക്കാറുണ്ട്. അവർക്ക് അത് എടുത്തിട്ട് അത് നേരെ അങ്ങ് പ്രിൻ്റ് ഔട്ട് എടുത്തതിന് ശേഷം അവർക്ക് അത് വെച്ചിട്ട് ഫയൽ ചെയ്താൽ മതി എന്നുള്ളതാണ്. ഈ കൊല്ലത്തെ ടാക്സ് കളക്ഷൻ എങ്ങനെയാണ് അനീഷിൻ്റെ അറിവിൽ കാണുന്നത്? വേണ്ട രീതിയിൽ ആൾക്കാർക്ക് ക്യാപിറ്റൽ ഗെയിൻസ് കിട്ടിയിട്ടുണ്ടോ? ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സ് രണ്ടാമത്തെ കാര്യം, ക്യാപിറ്റൽ ഗെയിൻസ് തന്നെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ടോ എന്നുള്ള ഗവൺമെൻറ് ബഡ്ജറ്റഡ് എസ്റ്റിമേറ്റൊക്കെ ഏതാണ്ട് 2.5 ലക്ഷവും 63,000 കോടി STT ആണ്. STT ചിലപ്പോൾ കിട്ടിയോ കിട്ടിയില്ലെന്ന് അറിയാം, പക്ഷേ STTയും ഷോർട്ടാണെന്നാണ് മനസ്സിലാവുന്നത്. ക്യാപിറ്റൽ ഗെയിൻസ് നമുക്കിപ്പോൾ അറിയാൻ യാതൊരു നിവൃത്തിയില്ല. എന്തെങ്കിലും കാരണവശാൽ അനീഷിന് അങ്ങനെ ഒരു അറിവുണ്ടോ? ക്യാപിറ്റൽ ഗെയിൻസ് ആർക്കെങ്കിലും ഉണ്ടോ? ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുന്നത് ഇൻഡെക്സിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഫ്രണ്ട് ലൈനെ സംബന്ധിച്ചിടത്തോളം നമ്മൾക്ക് ആൾറെഡി നോൺ ഫാക്റ്റ് ആണ്, വളരെ കുറവാണ് എന്നുള്ളത്. ദെൻ നമ്മളൊരു റിജിഡ് ആയിട്ടൊന്നും കാണേണ്ടതില്ല. കാരണം ക്യാപിറ്റൽ ഗെയിൻ മുമ്പും ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്, അത് പിൻവലിച്ചിട്ടുണ്ട്, അതിനുശേഷവും നമ്മൾ റിവൈസ് ചെയ്തിട്ടുണ്ട്. അത് ഗവൺമെന്റ് പല സിറ്റുവേഷനിലും പല കോണ്ടക്സ്റ്റുകളിലും നോക്കുകയാണ്. ഇന്റർനാഷണലി ഒക്കെ വളരെയധികം സംഭവവികാസങ്ങൾ നടക്കുന്നത് കൊണ്ട് ചിലപ്പോൾ അത് റിവൈസ് ചെയ്യാനുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. ഇത് പല കാലങ്ങളിലും ഇങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയും റിവൈസ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ അതിലൊന്നും തന്നെ അത്രത്തോളം ഇതായിട്ടില്ല. ബട്ട് ഞാനിവിടെ സീരിയസ് ആയിട്ട് ഒരു കൺസേൺ എനിക്കുള്ളത് നമ്മൾ റീറ്റെയിലേഴ്സിനെ സംബന്ധിച്ചില്ല. കാരണം റീറ്റെയിലേഴ്സിന് ഒരു സ്റ്റോക്സ് ബുക്ക് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അതിന്റെ പ്രോഫിറ്റ് എടുക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. നമ്മൾ PMS പോലെ അതേപോലെ മറ്റുള്ള ഫണ്ടുകളെ ഏൽപ്പിച്ചിരിക്കുന്ന മാനേജ്മെന്റിനെയൊക്കെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അവിടെ നിന്ന് റെഡീം ചെയ്തില്ലെങ്കിൽ പോലും അവര് ബുക്ക് ചെയ്യുന്ന അത് ഔട്ട് ഓഫ് കൺട്രോൾ, ഒരു കസ്റ്റമേഴ്സിന്റെ ഔട്ട് ഓഫ് കൺട്രോൾ ആണല്ലോ അവരുടെ ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത്. അവിടെ യഥാർത്ഥത്തിൽ പ്രോഫിറ്റ് ഉണ്ടായിട്ടില്ലെങ്കിൽ, ഒരു ഫണ്ട് ലെവലിൽ പ്രോഫിറ്റ് ഉണ്ടായിട്ടില്ലെങ്കിൽ പോലും ഇൻഡിവിജ്വൽ സ്റ്റോക്സിലൊക്കെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുമ്പോൾ നമുക്ക് പ്രോഫിറ്റ് ഇല്ലെങ്കിലും നമ്മൾ ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് അടക്കേണ്ട ഒരു സ്ഥിതി ഈ HNIസിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെയൊക്കെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ വരുന്നുണ്ട്. അപ്പൊ അവരെ കുറിച്ചാണ് നമ്മൾ, അല്ലെങ്കിൽ ആ ഒരു ലെവൽ ഓഫ്, അതായത് ഹ്യൂജ് വോളിയം ചെയ്യുന്ന ആളുകളെയൊക്കെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഫണ്ട് മാനേജർ ഫണ്ട് ലെവലിലൊക്കെ ഉള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളമാണ് ഞാൻ ഈ പറയുന്നത്. അവിടെയുള്ള ക്യാപിറ്റൽ ഗെയിൻസിന്റെ ഇപ്പൊ ആക്ച്വലി ക്യാപിറ്റൽ ഉണ്ടാക്കിയില്ലെങ്കിൽ പോലും ചില ക്യാപിറ്റൽ ഗെയിൻ ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അടക്കേണ്ടി വരുന്ന ഒരു സ്ഥിതി. അപ്പൊ അവിടെയാണ് ഒരു തിരിച്ചടി നമ്മൾ നേരിടാൻ പോകുന്നത്. അവിടെ നമ്മൾ തീർച്ചയായിട്ടും ഒന്നുകിൽ ഇൻവെസ്റ്റേഴ്സ് അതിൽ നിന്ന് ഔട്ടായി വരാൻ അല്ലെങ്കിൽ പുറത്തു വരാൻ ശ്രമിക്കും, റീറ്റെയിലേക്ക് മാറാൻ ശ്രമിക്കും. കാരണം അവരുടെ കൺട്രോളിൽ നിന്നൊക്കെ അതൊക്കെ പോയിട്ടുണ്ട്. അപ്പൊ ഈ ഒരു സെഗ്മെന്റിൽ നിന്ന് ഗവൺമെന്റിന് കിട്ടാനുള്ള സാധ്യത അത് നമുക്ക് വളരെ കുറവാണ്. ബാക്കി റീറ്റെയിലേഴ്സിനൊക്കെ സംബന്ധിച്ചിടത്തോളം ഏകദേശമൊക്കെ നമുക്ക് പറയാം ചെറിയ ക്യാപിറ്റൽ ഗെയിൻ ഉണ്ടെങ്കിൽ പോലും. ഞാൻ ക്യാപിറ്റൽ ഗെയിൻ വലുതായിട്ട് വന്നിട്ടില്ല, നമ്മളെല്ലാവരും അത് നോൺ ഫാക്റ്റ് ആണ് അറിയാവുന്നത് കൊണ്ട് മാത്രമാണ് ആ ഏരിയ. ബട്ട് ഈ ഒരു കൺസേൺ അവിടെ നിലനിൽക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ ഗവൺമെന്റ് കൺസിഡർ ചെയ്യുമെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. സംബന്ധിച്ചിടത്തോളം മറ്റു കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത്രയും ഡീറ്റെയിൽസ് പങ്കുവച്ചതിന് താങ്ക് യു സോ മച്ച്. Opening hours with MyFin.